നമസ്കാരം സുഹൃത്തുക്കളെ. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും തീരാത്ത പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് തിരുവനന്തപുരം നഗരത്തിനകത്തുള്ള പട്ടി പ്രശ്നം എന്ന് പറയുന്നത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിലേക്ക് വിശ്വാസം വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ആരോ പറയണേട്ട്, അയ്യപ്പന് ശക്തിയുണ്ടെങ്കിൽ മുല്ലൂർ ഭദ്രകാളിക്ക് ശക്തിയുണ്ടെങ്കിൽ ഇതിന്റെ മറുപടി കിട്ടുമെന്ന്. അങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ വന്നു തുടങ്ങി. ഇതൊക്കെ ഒരു മാറ്റമാണ്. ഇപ്പൊ തന്നെ വൈകിപ്പോയി എന്നുള്ള വളരെ വിമർശനമാണ് ഞാൻ ഈ കൗൺസിലിനകത്ത് വെക്കുന്നത്. ശരിയാണ് മേയർ, ഒരുപാട് വൈകിപ്പോയി. 45 കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരുപാട് വൈകിപ്പോയി എന്ന് തന്നെയാണ് നമ്മുടെയും പൊതുജനങ്ങളുടെ അഭിപ്രായം. ചില ഷെൽട്ടറുകൾ മാത്രം വെച്ചത് കൊണ്ട് ഒരു കാരണവശാലും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രശ്നമല്ല. 8 വർഷം തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഷെൽട്ടറിലേക്ക് തിരുവനന്തപുരം നഗരസഭ 50 തെരുവുനായ്ക്കളെ കൊണ്ടുപോയി. അതൊരു തിരുവനന്തപുരം നഗരസഭയിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന ആയപ്പോഴേക്കും തൊട്ടടുത്ത ദിവസം കൊടിപിടിച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ബഹുമാനപ്പെട്ട ഒരു കൗൺസിൽ അംഗം തന്നെ അവിടെ കൊടിപിടിക്കാൻ പോയിട്ടുണ്ട്. ചില വീടുകളുണ്ട്, ഒരു മഴയത്ത് അത് ഇടിഞ്ഞു വീഴുമെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാവുന്ന ചില വീടുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പരിഹാരമാണ് PMAY ആയിരുന്നത്. എന്തുകൊണ്ട് ചെയ്തില്ല? കേരള സർക്കാർ എന്തുകൊണ്ട് ഒപ്പിട്ടില്ല? പഴയ കാര്യങ്ങളും പുതിയ ഭരണസമിതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ അങ്ങോട്ടും ഉന്നയിക്കുന്നത് പകരം ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച. പിന്നെ കഴിഞ്ഞ കാലങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രം പഠിപ്പിച്ചിട്ടല്ലേ നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നത്. ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി കളിക്കുന്നതല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്. ആ കോർപ്പറേഷനകത്ത് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ വസ്തുതയാണ് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അറിയേണ്ടത്. അതിനതാ ഇതുപോലുള്ള ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിൽ ഒരാൾ, ദീപക് എന്ന് പറഞ്ഞ വ്യക്തി CPMൻ്റെ കൗൺസിലറും മറ്റേ ആൾ BJPയുടെ കൗൺസിലറുമാണ്. അപ്പോൾ ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു, മറ്റേ ആൾ ഉടൻ തന്നെ അതിന് മറുപടി കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ CPMൻ്റെ കൗൺസിലർ തേഞ്ഞു എന്ന് അദ്ദേഹത്തിന് ഉറപ്പായതിനു ശേഷം അദ്ദേഹം ഒരു ക്യാപ്സൂൾ ഇറക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി എന്തിനാണ് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും പഴയ കാര്യങ്ങൾ പറയാതിരിക്കരുത്, പറയുക തന്നെ വേണം. എങ്കിലേ ജനങ്ങൾക്ക് അതിൻ്റെ സത്യം അറിയാൻ പറ്റൂ. കഴിഞ്ഞ 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത് CPM ആയിരുന്നു. അപ്പോൾ CPM എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല എന്നതിനെപ്പറ്റി കൃത്യമായിട്ടും ജനങ്ങൾ അറിയണം, അവരെ അറിയിച്ചിരിക്കണം. ആ കാര്യമാണ് അവിടെ BJPയുടെ കൗൺസിൽ പറയുന്നത്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട്, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങൾക്ക് അത് മോശമായിട്ട് ഭവിക്കുമെന്നറിയാവുന്നതുകൊണ്ട് അയാൾ പറയുകയാണ്, CPMൻ്റെ കൗൺസിൽ പറയുകയാണ്, പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം, ഇനി പുതിയ കാര്യങ്ങളെപ്പറ്റി പറയാമെന്ന്. അത് ശരിയല്ലല്ലോ. എത്രയോ പതിറ്റാണ്ടിന് മുമ്പ് വധിക്കപ്പെട്ട ഈ നമ്മുടെ എന്താ പറയുക, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിയെ പറ്റി ഇപ്പോഴും അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഗുജറാത്ത് കലാപത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ആ പഴയ കാര്യങ്ങൾ നമുക്ക് മറക്കാം, എന്നിട്ട് ഇനി പുതിയ കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം എന്ന് ആ സമയങ്ങളിലൊന്നും ഇവരാരും പറയാറില്ലല്ലോ. പിന്നെ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് മൈനസായിട്ട് നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം പഴയ കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ്? അത്ര അഭ്യാസങ്ങളൊക്കെ കൈവച്ചാൽ മതി. ഒരിക്കൽ കൂടി കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള എല്ലാ കൗൺസിലർമാരോടും ജനങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കയ്യൂക്കിൻ്റെ ഭാഷയൊക്കെ വിട്ടിട്ട്, അതായത് അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു, ഉന്തുണ്ടാവും തള്ളുണ്ടാവുന്നു, വലിയ വണ്ടി ആക്സിഡൻ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പരിക്ക് പറ്റിയ ആളുകളെ കൊണ്ടുപോകുന്ന പരുവത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോർപ്പറേഷനിലെ ഓരോ കൗൺസിൽ അംഗങ്ങളെ നമ്മൾ കാണുകയുണ്ടായത്. ഞങ്ങളെല്ലാവരും വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതരുത്. കാരണം നമുക്കറിയാം, യഥാർത്ഥത്തിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്നതിൻ്റെ 100-1 പരിക്ക് പോലും നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് അറിയാം. ഒരു പാണ്ടിലോറിയും ഒരു KSRTC ബസ്സും കൂടെ കൂട്ടിയിടിച്ച് അതിനകത്തുള്ള ആളുകൾക്ക് പറ്റുന്ന പരിക്ക് പോലെയാണ് നിങ്ങൾ വെച്ച് കെട്ടി വരുന്നത്. ഈ തലയിൽ കെട്ടുന്നത് കൂടാതെ മുടി കൂടി കൂട്ടിക്കെട്ടി കാലുമൊക്കെ, അതായത് കൈ ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണെങ്കിലും ആ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, കൈ ഒടിഞ്ഞു, അതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, പക്ഷേ ആ കയ്യിലിരിക്കുന്നത് മൊബൈലാണ്. അപ്പോൾ ആ മൊബൈലിൽ പിടിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കൈക്ക് സ്വാധീനം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കൈ ഒടിഞ്ഞതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഹസനമാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം വിഡ്ഢികളും മണ്ടന്മാരുമാണ് എന്ന് നിങ്ങൾ കരുതരുത്. അപ്പോൾ കുറേയൊക്കെ ഇത് 2026 കുറേയൊക്കെ ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് കണ്ണടച്ച് കളയും. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളെ മൊത്തത്തിലങ്ങ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുതെന്ന് MLAമാരോടും MP മാരോടും കൗൺസിലർമാരോടും പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ച രീതിയിലുള്ള പ്രതിവാദങ്ങളാവാം, അതിൽ ജനങ്ങൾക്ക് സത്യം മനസ്സിലാവും. അല്ലാതെ കയ്യാങ്കളി പരിപാടി, ആ പ്രത്യേകിച്ച് പുതിയ ഗുണ്ടയായിട്ട് ഒരു പേര് കെട്ടിയിരിക്കുന്ന KS ശബരിനാഥൻ ഉണ്ടല്ലോ, കാർത്തികേയൻ്റെ മകൻ, അയാളോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം, ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ ഗുണ്ടായിസം കാണിച്ച് ഉണ്ടായിരുന്ന ഒരു നല്ല പേരുണ്ടായിരുന്നു, അതിപ്പോൾ ചീത്തപ്പേരായിട്ട് മാറി. ഇനി ജീവിതാവസാനം വരെ അദ്ദേഹത്തിന് ആ പേര് മാറുമെന്ന് തോന്നുന്നില്ല. അതിനാൽ അത്തരം അഭ്യാസങ്ങൾ നിർത്തി ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങൾ ആവാം. അതാണ് ഞങ്ങൾക്ക് താല്പര്യം കേട്ടോ.